ഓണത്തിന്റെ സുന്ദര ദിനത്തേക്ക് വാതിൽ തുറന്നിടുന്നത് ഉത്രാട മുതലാണ്. ഓണവിഭവങ്ങൾ സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ഈ ദിവസം എല്ലാവരും. ഓണനാളിലെ വിഭവസമൃദ്ധമായ സദ്യ തയ്യാറാക്കാൻ ആവശ്യമായ പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും വാങ്ങുന്നതിനായി ഓണത്തിന്റെ തലേന്ന് കുടുംബാംഗങ്ങൾ ചന്തയിലേക്ക് പോകും. ഇതിന് പൊതുവെ ഉത്രാടപ്പാച്ചിൽ എന്നാണ് പറയാറ്. ഓണനിലാവ് എന്ന് പ്രസിദ്ധമായ അങ്ങേയറ്റം ഹൃദയഹാരിയായ രാത്രി സൗകുമാര്യം അനുഭവവേദ്യമാകുന്നതും ഉത്രാട നാളിലാണ്. ഉത്രാട ദിനം ഇരുട്ടി വെളുക്കുന്നത് പൊന്നിൻചിങ്ങ മാസത്തിലെ തിരുവോണ നാളിലേക്കാണ്. തിരുവോണ ദിനത്തെ അവിസ്മരണീയമാക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലായിരിക്കും ഈ ദിവസം മലയാളികൾ. ഉത്രാട ദിവസമാണ് മലയാളിക്ക് ഒന്നാം ഓണം. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ്, ഓണക്കാലത്ത് നാട്ടുവഴികളിലൂടെയും വീടുകൾ കയറിയിറങ്ങിയും ഓണക്കാലം അറിയിച്ചെത്തുന്ന ആടിവേടൻ തെയ്യങ്ങളുണ്ട്. ആധിയും വ്യാധിയും ഒഴിഞ്ഞ നല്ലൊരു ഓണക്കാലത്തിനായി പ്രാർത്ഥിക്കുന്ന ജനതയെ തെയ്യക്കോലങ്ങൾക്ക് മുൻപിൽ കാണാൻ കഴിയും. കുട്ടികൾ കോലം കെട്ടി വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിയുന്നു. ആടിവേടൻ തെയ്യത്തിനു പുറകെ ഓണത്താർ തെയ്യവും രംഗപ്രവേശം ചെയ്യും. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലാണ് ഓണത്താർ തെയ്യം കാണാൻ കഴിയുന്നത്. ആടിവേടൻ മടങ്ങിക്കഴിയുമ്പോൾ ഉത്രാട ദിനത്തിൽ ഓണത്താറിന്റെ വരവായി. മഹാബലി സങ്കല്പമാണ് ഓണത്താറിന് പിന്നിലുള്ളത്. ഉടയാടയും മുഖത്തെഴുത്തും അണിഞ്ഞ് കയ്യിലൊരു ഓണവില്ലുമേന്തി മണിക്കിലുക്കവും കേൾപ്പിച്ചാണ് ഓണത്താർ ഗ്രാമവീഥികളിലൂടെ കടന്നു പോകുന്നത്. വീട്ടമ്മമാർ വിളക്കുകൾ കൊളുത്തിവെച്ച് ഓണത്താറിനെ വരവേൽക്കും. വീട്ടിലെത്തുന്ന ഓണത്താറ് വീട്ടുകാരോട് ആടട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ട് ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ വീട്ടുമുറ്റത്തിട്ടിരിക്കുന്ന അത്തപ്പൂക്കളത്തിന്റെ ചുറ്റും നൃത്തം വയ്ക്കുന്നു.